ജനകീയ ക്ഷേമ പദ്ധതി നടപ്പിലാക്കാൻ ലോട്ടറി വരുമാനം സഹായകമായതായി മന്ത്രി കെ.എൻ. ബാലഗോപാൽ. ഭാഗ്യക്കുറി ക്ഷേമനിധി അംഗങ്ങൾക്കുള്ള സൗജന്യ ഭവനങ്ങളുടെ താക്കോൽ കൈമാറുകയായിരുന്നു അദ്ദേഹം. ലോട്ടറി വിൽപ്പനയ്ക്ക് ഈടാക്കുന്ന അധിക നികുതിയുടെ ഭാരം കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി തയ്യാറാക്കും. 160 വീടുകളാണ് പദ്ധതിയിൽ നിർമ്മിക്കുന്നത്. 8 വീടുകളുടെ താക്കോലാണ് കൈമാറിയത്. ലോട്ടറി വിൽപ്പനയിലൂടെ ലഭിക്കുന്ന വരുമാനവും ഉപയോഗിച്ച് സംസ്ഥാനത്ത് ജനകീയ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കിയതായി മന്ത്രി കെ.എൻ. ബാലഗോപാൽ. ഭാഗ്യക്കുറി ക്ഷേമനിധി അംഗങ്ങൾക്കായി സൗജന്യ ഭവന പദ്ധതിയിലൂടെ നിർമ്മിച്ച വീടുകളുടെ താക്കോൽ ദാനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലം CSI കൺവെൻഷൻ സെന്ററിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. വിഷു ബമ്പറിന്റെ ലോട്ടറി ആ തുകയിൽ നിന്നാണ് 160ഓളം വീട് കൊടുക്കാനുള്ള തീരുമാനമെടുത്തു. അതിനൊരു സെലക്ഷൻ പ്രോസസ്സ് സ്വന്തം ഇഷ്ടപ്രകാരം കുറച്ച് ആളുകൾ തീരുമാനിക്കുന്നതല്ല. അതിൻ്റെ മാനദണ്ഡം വെച്ചിട്ടാണ് ആ വീട് കൊടുക്കാൻ തീരുമാനിച്ചത്. അതിൻ്റെ ആദ്യ ഗഡുവായിട്ട് ഉള്ള വീടുകളാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഇത് എല്ലാ ജില്ലയിലും നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് നമുക്ക് അതിൻ്റെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ വേഗം പൂർത്തീകരിച്ച് നമുക്ക് നൽകാൻ പറ്റും. നമ്മുടെ ഈ സംസ്ഥാനത്താകെ ലോട്ടറി ഇങ്ങനൊരു സംവിധാനം തന്നെ ലോട്ടറി തൊഴിലാളികളുടെ ക്ഷേമത്തിന് ലോട്ടറി മേഖലയെ സംബന്ധിച്ചൊക്കെയുള്ള ചർച്ചകൾ ഇതേപോലെ നടത്തുന്ന മറ്റൊരു സംസ്ഥാനമില്ല. ലോട്ടറി മേഖലയെ ആശ്രയിച്ച് 1 ലക്ഷം പേർ ജീവിക്കുന്നുണ്ട്. വിൽപ്പനയ്ക്ക് ഈടാക്കുന്ന അധിക നികുതിയുടെ ഭാരം കുറയ്ക്കാൻ പ്രത്യേക പദ്ധതി തയ്യാറാക്കും. ഓൺലൈൻ ചൂതാട്ടത്തിന്റെ സ്വാധീനം കുറയ്ക്കാൻ വ്യവസ്ഥാപിത സംവിധാനമായ ലോട്ടറി മേഖലയ്ക്ക് കഴിയണമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. 160 വീടുകളാണ് പദ്ധതിയിലൂടെ നിർമ്മിക്കുന്നത്. 2021 ലൈഫ് വിഷു ബമ്പർ ലോട്ടറി വിൽപ്പനയിലൂടെ സമാഹരിച്ച 9.47 കോടി രൂപ വിനിയോഗിച്ചാണ് ക്ഷേമനിധി അംഗങ്ങൾക്ക് വീടൊരുക്കുന്നത്. ഭവന പദ്ധതികൾ കൂടാതെ ചികിത്സാ സഹായമായി 5000 രൂപയും ഗുരുതര രോഗങ്ങൾക്ക് ചികിത്സ തേടുന്ന അംഗങ്ങൾക്ക് 50,000 രൂപയും അംഗങ്ങളുടെ പെൺമക്കൾക്ക് വിവാഹ ധനസഹായമായി 25,000 രൂപ, ക്ഷേമനിധി അംഗങ്ങൾക്കുള്ള മരണാനന്തര ധനസഹായം, കുട്ടികൾക്കുള്ള ധനസഹായം, ബീച്ച് അംബ്രല എന്നിവ നൽകി വരുന്നതായി മന്ത്രി പറഞ്ഞു. 8 പേർക്കാണ് വീടുകളുടെ താക്കോൽ ആദ്യഘട്ടമായി കൈമാറിയത്. എം നൌഷാദ് MLA അധ്യക്ഷത വഹിച്ചു. മാസം 600 രൂപ അല്ല, വർഷത്തിൽ 600 രൂപയാണ് അടയ്ക്കുന്നത്. ഗുരുവായൂരപ്പൻ ഉണ്ടോ ഇല്ലയോ? ഇല്ലേ? ഇതെല്ലാം ഉണ്ടല്ലോ. ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡ് ചെയർപേഴ്സൺ TB സുബൈർ, കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ SJ മോഹൻ, ബോർഡ് അംഗങ്ങളായ VB അശോകൻ, V ബാലൻ, ഹഫ്സൽ സുലൈമാൻ, TB ദയാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.